ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് അക്കാഡമി. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുമായിട്ടാണ്. MOH DHA പ്രോമെട്രിക് എക്സാം എഴുതുന്ന കാൻഡിഡേറ്റിന് യൂസ്ഫുൾ ആകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ ആൻസറുമുണ്ട്. ഓക്കെ. Number 1. When a patient is admitted with acute influenza, what type of isolation is most appropriate? Option: reverse isolation, contact isolation, strict isolation, respiratory isolation. Okay, answer respiratory isolation. ഇപ്പോൾ റിവേഴ്സ് ഐസൊലേഷൻ നമ്മൾ വെക്കുന്നത് പേഷ്യൻ്റ് കുറച്ച് ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ള പേഷ്യൻ്റ് ലൈക്ക് ബേൺസ്, ലുക്കീമിയ ഉള്ള പേഷ്യൻ്റ്, അങ്ങനെയൊക്കെയുള്ള രോഗികൾക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ, നമ്മളിൽ നിന്നും ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ടാണ് നമ്മൾ റിവേഴ്സ് ഐസൊലേഷൻ ഉപയോഗിക്കുന്നത്. കോണ്ടാക്റ്റ് ഐസൊലേഷൻ നമ്മൾ കോണ്ടാക്റ്റിലൂടെ, ഡയറക്റ്റ് ടച്ചിലൂടെ പേഷ്യൻറ്റിൽ നിന്നും മറ്റൊരു പേഷ്യൻറ്റിലേക്ക് വരാതിരിക്കാനാണ് നമ്മൾ കോണ്ടാക്റ്റ് ഐസൊലേഷൻ ഉപയോഗിക്കുന്നത്. ലൈക്ക് MRSA ഇപ്പോൾ MRSA എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷനാണ്. അത് കോണ്ടാക്റ്റേഷൻ. ദെൻ സ്ട്രിക്റ്റ് ഐസൊലേഷൻ എന്ന് പറഞ്ഞത് ഹൈലി ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള പതോജൻ സസ്പെക്റ്റ് ചെയ്യുന്ന പേഷ്യൻസിന് നമ്മളാണ് സ്ട്രിക്റ്റ് ഐസൊലേഷൻ കൊടുക്കുന്നത്. ഓക്കെ. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ. What precautions are necessary when caring for a patient with hepatitis A? Option: gowning before entering the room, wearing gloves for direct care, wearing a mask at all time, place the client in a private room. Answer: wearing gloves for direct care. ഹെപ്പറ്റൈറ്റിസ് എ നമുക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെയാണ് പകരുന്നത്. ഓക്കെ, ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ. അപ്പം ഇവിടുത്തെ ആൻസർ വെയറിങ് ഗ്ലൗസ് ഫോർ ഡയറക്റ്റ് കെയർ. അപ്പോൾ പേഷ്യൻറ്റുമായി ഡയറക്റ്റ് കെയർ വരുമ്പോൾ നമ്മൾ ഗ്ലൗസ് ഇടുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ നേഴ്സ് ഈസ് അസൈൻഡ് ടു കെയർ ഫോർ എ പേഷ്യൻറ്റ് വിത്ത് എംബോള വൈറസ് ഡിസീസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് കോമൺ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഫോർ എംബോള വൈറസ്? ഓപ്ഷൻ: വെക്റ്റർ, എയർബോൺ, ഡയറക്റ്റ് കോണ്ടാക്ട്, കോമൺ വെഹിക്കിൾ. അപ്പം എംബോള വൈറസ് ട്രാൻസ്മിറ്റ് ആവുന്നത് നമ്മൾ എംബോള പേഷ്യൻ്റെ ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോഴാണ്. അപ്പം ഇവിടുത്തെ ആൻസർ ഡയറക്റ്റ് കോണ്ടാക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ നേഴ്സ് ഈസ് കെയറിങ് എ patient diagnosed with pulmonary tuberculosis, and she has to wear N95 mask when she entered to the patient room. Based on the cycle of infection, which of the following is the reason to use the mask? അപ്പോൾ നമ്മൾ എന്തിനാണ് മാസ്ക് യൂസ് ചെയ്യുന്നത്? TB പേഷ്യൻറ്റിനെ കെയർ ചെയ്യുമ്പോൾ. ഓക്കെ. ഓപ്ഷൻസ്: ബ്രേക്ക് ദ ട്രാൻസ്മിഷൻ ചെയിൻ അറ്റ് ദ പോർട്ടൽ ഓഫ് എൻട്രി, break the transmission chain at the portal of exit, kill the agent exit in the patient room, eliminate the reservoir of bacteria. Answer: break the transmission chain at the portal of entry. ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത് ഒരു എയർബോൺ ഡിസീസാണ്. A patient is admitted to the emergency room with an unknown infection disorder. Which of the following is the most important measure a nurse implement to reduce the risk of transmitting these microorganisms? Okay, microorganisms other. Option: hand hygiene, wearing gloves, wearing a mask, wearing a gown. അപ്പം പേഷ്യൻ്റ് ഒരു എമർജൻസി റൂമിൽ അഡ്മിറ്റായി, എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ അഡ്മിറ്റായി, ഇൻഫെക്ഷൻ നമുക്കറിയില്ല. അപ്പം അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഇനിഷ്യൽ മെഷേഴ്സ് എന്ന് പറയുന്നത്, പ്രിക്കോഷണറി മെഷർ എന്ന് പറയുന്നത് നമ്മൾ ഹാൻഡ് വാഷിങ്. ഓക്കെ, ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹാൻഡ് വാഷിംഗ് ആണ് ആദ്യത്തെ പ്രിക്കോഷണറി മെഷേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is the primary level of prevention? Option: detect and treat existing disease,
prevent illness or injury occurring, reduce the extent and severity of health problem, minimize disability and restore to prevent infection. അപ്പോൾ ഇതിന് ആൻസർ നമ്മൾ ചെയ്യുന്നതിന് മുമ്പിട്ട് എന്താണ് പ്രൈമറി പ്രിവെൻഷൻ എന്ന് നോക്കാം. നമുക്ക് പ്രിവെൻഷൻ 4 തരത്തിലുള്ള പ്രിവെൻഷനുണ്ട്. പ്രൈമോഡിയൽ പ്രിവെൻഷൻ, പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ, ടേർഷ്യറി പ്രിവെൻഷൻ. Primordial prevention means it consists of action and measures that inhibit the emergency of risk factors. അപ്പം എക്സാമ്പിൾ, അവോയ്ഡ് മൊസ്കിറ്റോ ബൈറ്റ് ബൈ യൂസിങ് ഇൻസെക്ട് റെപ്പലൻറ്റ്. അപ്പോൾ പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുന്നത് റിസ്ക് ഫാക്ടേഴ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുക. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ പോലെ മൊസ്കിറ്റോ ബൈറ്റിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇൻസെക്റ്റ് റെപ്പലൻ്റ് ഉപയോഗിക്കുന്നത്, അത് പ്രൈമോഡിയൽ പ്രിവെൻഷനാണ്. ഇനി പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ ട്രൈങ് ടു പ്രിവെൻറ്റ് യുവർ സെൽഫ് ഫ്രം ഗെറ്റിംഗ് എ ഡിസീസ്. ആ ഡിസീസ് വരാതെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് പ്രൈമറി പ്രിവെൻഷൻ. എക്സാമ്പിൾ, നമ്മൾ ഡിസീസ് വരാതെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഇമ്മ്യൂണൈസേഷൻ, വാക്സിനേഷൻ, ഇതൊക്കെയെന്ന് പറയുന്നത് പ്രൈമറി ലെവൽ ഓഫ് പ്രിവെൻഷനാണ്. ഓക്കെ, അപ്പം ഒരു അല്ലെങ്കിൽ ഒരു ഇൽനെസ് അല്ലെങ്കിൽ ഒരു ഡിസീസ് വരാതെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് പ്രൈമറി ലെവൽ ഓഫ് പ്രിവെൻഷൻ. ഇനി സെക്കൻഡറി ലെവൽ ഓഫ് പ്രിവെൻഷൻ മീൻസ് ദാറ്റ് ലീഡ്സ് ടു early diagnosis and prompt treatment. അപ്പോൾ ഏർലി ഡയഗ്നോസിസ്, സെക്കൻഡറി ലെവൽ ഓഫ് പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഏർലി ഡയഗ്നോസിസ് ആൻഡ് പ്രോംപ്റ്റ് ട്രീറ്റ്മെൻറ്റ്. ഒരു അസുഖത്തെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് അതിന് പ്രോംപ്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ലൈക്ക് നമുക്ക് മാമോഗ്രാമിൻ്റെ കാര്യം എടുക്കാം. അതായത് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിന് ഏർലി ഡിറ്റക്ഷനാണ് മാമോഗ്രാം എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഒരു ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറാണ്. അത് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ ഏർലി കണ്ടുപിടിക്കുന്നു, അതിനെ ട്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ടേർഷ്യറി ലെവൽ ഓഫ് പ്രിവെൻഷനിലാണ് നമുക്ക് റീഹാബിലിറ്റേഷൻ വരുന്നത്. ഒരു അസുഖം വന്നു, അതിനെ നമ്മൾ റീഹാബിലിറ്റേഷനിലൂടെ, അതായത് ഫർദർ മാനേജ്മെൻറ്റിലൂടെ ലൈഫ് സ്പാൻ ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫ്രാക്ചറിൻ്റെ കേസ് പറയാം. ഫ്രാക്ചർ വന്നൊരു പേഷ്യൻറ്റിന് റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിയിലൂടെ നമ്മൾ അവരുടെ മൊബിലിറ്റി വീണ്ടെടുക്കുന്നു. ഓക്കെ, ഇതാണ് ലെവൽസ് ഓഫ് പ്രിവെൻഷൻ. അപ്പോൾ ഇവിടുത്തെ ആൻസർ സെക്കൻഡ് വൺ, പ്രിവെൻറ്റ് ഇൽനെസ് ഓർ ഇഞ്ചുറി ഒക്കറിംഗ് എന്ന് പറയുന്നത് പ്രൈമറി ലെവൽ ഓഫ് പ്രിവെൻഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is the most effective infection control precaution to prevent nosocomial infection? അപ്പോൾ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫെക്ഷനെയാണ് നമ്മൾ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം അത് മെയിനായിട്ട് നമുക്ക് കിട്ടുന്നത് ചിലപ്പം ഹെൽത്ത് കെയർ വർക്കേഴ്സിൻ്റെ കയ്യിൽ നിന്നായിരിക്കും, അല്ലെ? നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഓപ്ഷൻ, ഹാൻഡ് വാഷിംഗ് ബിഫോർ ആൻഡ് ആഫ്റ്റർ പേഷ്യൻ്റ് കോൺടാക്ട്, wearing gloves and mask for direct patient care, isolation precaution, broad spectrum antibiotics. Answer, hand washing before and after patient contact. ഓക്കെ, നമ്മൾ എപ്പോഴും പേഷ്യൻറ്റിനെ ടച്ച് ചെയ്തതിന് ശേഷം ഹാൻഡ് വാഷ് ചെയ്യുക. അവർക്ക് തന്നെ പേഷ്യൻറ്റ് ടച്ച് ചെയ്യുന്നതിന് മുമ്പ് ഹാൻഡ് വാഷ് ചെയ്യുക. നമ്മൾ 5 ഹാൻഡ് ഹൈജീൻ മൂവ്മെൻ്റ് ആണ് ഉപയോഗിക്കുന്നത്. 5 movements of hand washing is before touching patient, before a procedure, after procedure or body fluid exposure, after touching a patient, after touching patient surroundings. അപ്പോൾ ഇത് നമ്മൾ ഓർത്തിരിക്കുക പേഷ്യൻറ്റിനെ കെയർ ചെയ്യുമ്പോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോംപ്ലിക്കേഷൻ ഓഫ് തൈറോയ്ഡക്ടമി. ഇത് മെയിനായിട്ടുള്ളൊരു കോംപ്ലിക്കേഷനാണ് ബ്ലീഡിങ്. Next question, a post-thyroidectomy patient transferred to ward and developed tetany. The nurse suspected that patient has hypokalemia, hypocalcemia, hyponatremia.
അപ്പം ആൻസർ ഹൈപ്പോകാൽസീമിയ. അപ്പോൾ എന്തുകൊണ്ടാണ് തൈറോയ്ഡക്ടമി കഴിഞ്ഞൊരു പേഷ്യൻറ്റിന് ടെറ്റനി വന്നത്? കാരണം നമ്മുടെ ബോഡിയിൽ എപ്പോഴാണോ കാൽസ്യം ലെവൽ ഹൈ ആകുന്നത്, നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ ഹൈ ആകുന്നത്, തൈറോയ്ഡ് ഗ്ലാൻഡ് കാൽസിറ്റോണിൻ റിലീസ് ചെയ്യും. ഓക്കെ, കാൽസിറ്റോണിൻ റിലീസ് ചെയ്യും. ഈ കാൽസിറ്റോണിൻ നമ്മുടെ ബോഡിയിൽ ബ്ലഡ് കാൽസ്യം ലെവൽ കുറയ്ക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിൽ കാൽസ്യത്തിൻ്റെ ലെവൽ ഡിക്രീസ് ആകുന്ന സമയത്ത് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് എന്ത് ചെയ്യും? പാരാതൈറോയ്ഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ പാരാതൈറോയ്ഡ് ഹോർമോൺസ് നമ്മുടെ കാൽസ്യം ലെവൽ ഇൻക്രീസ് ആക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ കാൽസ്യത്തിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഒരു തൈറോയ്ഡക്ടമി കഴിഞ്ഞ പേഷ്യൻറ്റിന്, തൈറോയ്ഡക്ടമി എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് തൈറോയ്ഡ്, അത് പാർഷ്യലാകാം, ടോട്ടൽ തൈറോയ്ഡക്ടമി ആകാം. അങ്ങനെ വരുമ്പോൾ ഓപ്പറേഷൻ സമയത്ത് നമുക്ക് പാരാതൈറോയ്ഡ് ഗ്ലാൻഡിന് ഡാമേജ് ഉണ്ടാകുകയും പാരാതൈറോയ്ഡ് ഗ്ലാൻഡിന് ഡാമേജ് ഉണ്ടാകും. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ കാൽസ്യത്തിൻ്റെ അളവ് ഡിക്രീസ് ആകുകയും ഹൈപ്പോകാൽസീമിയ ഉണ്ടാകും. ഡിക്രീസ്ഡ് കാൽസ്യം എമൗണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ലീഡ്സ് ടു ടെറ്റനി. അങ്ങനെ പേഷ്യൻറ്റിന് ടെറ്റനി ഡെവലപ്പ് ചെയ്യും. മനസ്സിലായല്ലോ? എൻ്റെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യനും ആൻസറുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നന്ദി.